ഹായ് ഹലോ എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താണെന്നറിയും, പട്ടി വലിക്കുന്നുണ്ട്, പേടിക്കേണ്ട ആരും. ഇന്ന് ഞാൻ പറയാൻ വന്നത് നമ്മുടെ എന്താ പറയുക, കുട്ടിക്കാലത്ത് സ്കൂളിൽ പോണതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറയാൻ വന്നത് എന്താ പറയണ്ടേ, പെട്ടെന്ന് വന്ന് സംസാരിക്കാൻ നിന്നപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാതായിപ്പോയി. പറയണമെന്ന് വിചാരിച്ച്, പക്ഷേ പറയാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടേന്നൊന്നും അറിയില്ല. ഞാൻ ഫ്ലവേഴ്സിൽ പോയ കാര്യം പറയാം. ഫ്ലവേഴ്സിൽ പോയത് എന്ന് പറഞ്ഞാൽ, ഫ്ലവേഴ്സിൽ അവിടുന്ന് വിളിച്ചിരുന്നു, ഇതുപോലെ ചെല്ലാൻ പറഞ്ഞു, അങ്ങനെ പോയി. അപ്പം അതിൻ്റെ ബാക്കിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന തന്നെ. ഞാൻ മാതൃഭൂമിയിൽ പോയതിൻ്റെ ബേസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, വിളിച്ചു. ഞാൻ അങ്ങനെ ഒരു കേക്കൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനൊരു ടെൻഡർ കോക്കനട്ട് കരിക്ക് വെച്ചൊരു കേക്കൊക്കെ ചെയ്തു കൊണ്ടുപോയി ഷെഫിന് കൊടുത്തു. ഞാൻ വിചാരിച്ചില്ല എനിക്ക് അങ്ങനെ ഒരു എൻട്രി, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഒരു എൻട്രി ഒക്കെ കിട്ടും എന്ന്. അപ്പം ഞാൻ എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ടായിരിക്കും ക്യാമറമാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ബൈക്ക് ഓട്ടിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓട്ടിക്കും എന്ന് പറഞ്ഞു. എനിക്ക് ലൈസൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, പഴയ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ. അങ്ങനെ അവിടെ നിന്നൊരു ബൈക്കൊക്കെ ഒപ്പിച്ച് തന്നു. അപ്പോൾ അവിടെ തന്നെ മീഡിയ സിറ്റി അവിടെ തന്നെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അവിടെ പോയി ബൈക്ക് ഓട്ടിച്ചു. മാസ് എൻട്രി ഒക്കെ തന്നു. എനിക്ക് സത്യം പറഞ്ഞാലേ ഞാൻ ആ ഷോയുടെ ആ ഒരു എപ്പിസോഡ് വരുമ്പോൾ ഷെഫ് എൻ്റെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നതും എനിക്ക് കാണണമായിരുന്നു. പിന്നെ എൻ്റെ ബൈക്കിലുള്ള എൻട്രി അത് കാണുമോ എന്ന് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി അത് കാണുമോ അതോ ഇനി അത് കാണൂലേ, കാരണം ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത്. കാരണം നല്ല വെയിലത്താണ് ആ ബൈക്ക് ഓടിക്കുന്നത്. ഭയങ്കരമായ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു, പൊള്ളുന്ന ചൂട്. എനിക്കാണെങ്കിൽ തീരെ ചൂട് പറ്റൂല. ഈ മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ 10 ദിവസം റെസ്റ്റിലാണ്. തീരെ വെയിൽ കൊള്ളാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, സമയത്ത് ഫുഡ് കഴിക്കുക, മെഡിസിൻ കഴിച്ച് റെസ്റ്റ് എടുക്കുക. ഇപ്പം 10 ദിവസത്തേക്ക് ഇന്നിപ്പം 3 ദിവസമായി. അപ്പം ഞാൻ റെസ്റ്റിലാണ്. അപ്പോൾ എനിക്ക് ചൂട് തീരെ പറ്റൂല. ഞാൻ അന്ന് ആ ഷോയ്ക്ക് പോയതിൻ്റെ ഇതിൽ തന്നെയാണ് എൻ്റെ മൈഗ്രെയിൻ കൂടിയതൊക്കെ. അന്ന് എനിക്ക് വേദന കൂടിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ തലയൊക്കെ ഇപ്പോൾ പൊട്ടി അതിങ്ങനെ രണ്ടായിട്ട് പിളർന്നു പോകുമെന്ന് വിചാരിച്ചു. അത്ര എനിക്ക് ഭയങ്കര പ്രശ്നം. എൻ്റെ ഈ ഉള്ളം കൈയുടെ ഇവിടെയൊക്കെ എനിക്ക് വേദനയായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നു, അത്ര എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അന്ന്. പക്ഷെ എനിക്കൊരു ബലം ഉണ്ടായി. എനിക്ക് മാസ് എൻട്രിയാണ് തന്നത്. എനിക്ക് ഇങ്ങനൊരു എൻട്രിയൊക്കെ കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചല്ല. അത്ര നല്ല അടിപൊളി ഒരു എൻട്രിയാണ് കിട്ടിയത്. ഒന്നുമില്ലാത്തടത്ത് നിന്ന്, അതായത് ഒരു വലിയ, ഞാൻ എപ്പോഴും പറഞ്ഞ അങ്ങനെ, ഞാനൊരു ബിഗ് സീറോ ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ എപ്പോഴും എൻ്റെ ബാക്കിലോട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. ഞാൻ എങ്ങനെയാണ് വന്നത്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ എവിടെ ആയിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത് എന്ന് ഞാൻ എന്നെ തന്നെയാണ് തിരിഞ്ഞു നോക്കുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് എത്തി നോക്കിയിട്ട് അവരെവിടെ നിൽക്കുന്നു, അയ്യോ ഞാനവിടെ എത്തിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് നല്ലത്. ഞാൻ എവിടെ നിന്നാണ് ഇവിടെ എത്തിയത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാനെന്ന വ്യക്തി, എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന കുറേ പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. എന്നെ ചിലപ്പോൾ പേഴ്സണലായിട്ട് അറിഞ്ഞൂടാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ പിന്നീട് പോകെ എന്നെക്കുറിച്ച് അറിയാൻ പറ്റുമെന്ന്, എന്നെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയുന്നുണ്ട്. പിന്നെ റിയലായിട്ട് അങ്ങനെ തന്നെ വേണം, ഫസ്റ്റ് മുതലൊന്ന് പറയൂ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പറയാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, പ്രചോദനം, എനിക്ക് തന്നെ സ്വയം പ്രചോദനമുള്ള ഒരു കാര്യമാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരാളുടെ ലൈഫിലോട്ട് എത്തി നോക്കാതെ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഞാൻ ബാക്കിലോട്ട് നോക്കാറുണ്ട്. ഞാൻ ഇപ്പം നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്നും താഴോട്ട് നോക്കും, ഞാൻ ഏത് സ്റ്റെപ്പിലാണ് നിന്നതെന്ന്. ഫേസ്ബുക്കിലൊക്കെ വരുന്ന പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കാറുണ്ട്. ഇപ്പം തന്നെ 2-3 ഫോട്ടോസ് കിട്ടി. ഇപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തിയില്ലേ എന്നത്. ഭയങ്കര വിയർക്കുന്നു, ഭയങ്കര ചൂട്. ഞാൻ ഫാൻ ഓഫ് ചെയ്തേക്കുന്ന ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും നമ്മളിലേക്കാണ് നോക്കേണ്ടത്. ഞാൻ എവിടെ നിന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് വീണ്ടും മുന്നേറാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നത്. എനിക്ക് ഇനിയും മുന്നോട്ട് പോകണം, എനിക്ക് മുന്നിൽ ഒരുപാട് നേടാനുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പം